ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഞാൻ ഉച്ചയ്ക്കൊരു യാത്ര ചെയ്യുകയാണ് കേട്ടോ. എവിടേക്കാണെന്നറിയോ പോണത്? ഒന്ന് കണ്ടു നോക്കാം നമുക്ക് കേട്ടോ. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. ബസ് അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ബസ്സിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ഞാൻ കുതിരാൻ്റെ അവിടെ എത്തി. കുതിരാൻ തുരങ്കത്തിൻ്റെ എത്തി. അങ്ങനെ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ബസ്സും ഞാനും. അങ്ങനെ ഞാൻ അമ്പലത്തിലെത്തി. ഏതമ്പലമാണെന്ന് അറിയണ്ടേ? കൊടുങ്ങല്ലൂർ അമ്പലമാണ് കേട്ടോ. അങ്ങനെ വേഗം ഞാനൊന്ന് ഓടിച്ചെടുത്തതാണ്. അവിടുത്തെ പരിസരമൊക്കെ ഒന്ന് വേഗം ആൾക്കാർ തിരക്ക് വരുന്നതിന് മുമ്പേ പെട്ടെന്ന് ഞാൻ തൊഴാൻ കയറി. തൊഴുതിട്ട് വേഗം ഇറങ്ങിയിട്ട് ഒന്ന് അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയതാണ്. വെറുതെ കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ. നല്ല നിറഞ്ഞ ആൽമരവും നല്ല കൂടി നിൽക്കുന്നുണ്ട്. നല്ല തണുപ്പ് അവിടെ. നല്ല രസമുണ്ട് പരിസരമൊക്കെ. അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റും വെറുതെ ഒന്ന് നടന്ന് ഒന്ന് നോക്കിയതാണ് പരിസരമൊക്കെ ഒന്ന്. കണ്ടില്ല, എത്ര ഭംഗിയാണ്. അവിടെ പോയി വെറുതെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാൻ തോന്നി. നല്ല രസമാണ് അമ്പലത്തിൻ്റെ ചുറ്റും. വേഗം തിരക്ക് വരുന്നതിന് മുൻപ് തൊഴുതിട്ട് ഇറങ്ങിയതാണ് ഞാനന്ന്. കുറച്ച് തിരക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പരിസരമൊക്കെ ഒന്ന് അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയതാണ്. കണ്ടില്ലേ, ഓരോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ ബാഗ് 100 രൂപയാണ്. ചെടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. ചെടി വിത്തും അങ്ങനെ വിത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കണ്ടില്ലേ, തിരക്ക് വന്നു തുടങ്ങി. അപ്പോഴേക്കും ഞാൻ തൊഴുതിറങ്ങി. ഒന്ന് വേഗം ഒന്ന് ഇവിടേക്ക് നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വേണ്ട. സ്കൂൾ കുട്ടികളൊക്കെ വരികയാണ്. അവിടെ എന്തോ നടക്കുന്നുണ്ട്. എന്തോ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ പോയതിൻ്റെ അന്ന് കമ്മൽ, ഞാൻ 3 ജോഡി കമ്മലെടുത്തു. ഒരു ജോഡിക്ക് 50 രൂപയാണ്. കുട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കമ്മൽ. ഒരു ജോഡിക്ക് 50 രൂപ. അങ്ങനെ ഞാൻ 3 വാങ്ങി കേട്ടോ. അങ്ങനെ ഇവിടെ കുട്ടികളെ കളിപ്പാട്ടങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഐസ്ക്രീമൊക്കെ ഉണ്ട് ഇവിടെ. ഇത് വാങ്ങി കഴിച്ചു കേട്ടോ ഞാൻ. ഇവിടെ ഇങ്ങനെ കടല അങ്ങനെയൊക്കെയുള്ള വറുത്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പാദസരമാണ് ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്തോട്ട്. കുട്ടികളെ കളിപ്പാട്ടങ്ങൾ, ചെടി വിത്തുകൾ, കരിമ്പിൻ
ജ്യൂസ് അങ്ങനെ നിറയെ സാധനങ്ങളാണ്. ബജ്ജിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ബാഗ് 200 രൂപയാണ് ഇവിടെ. പിന്നെ ബാഗ് 200 രൂപയെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയൊക്കെ 2-3 പേര് നിൽക്കുകയാണേ. ഞാൻ വാങ്ങിയില്ല കേട്ടോ, ബാഗ് എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഇനി കുറച്ചായപ്പോൾ നല്ല തിരക്ക് വന്നു കേട്ടോ. അപ്പോഴേക്കും ഒന്ന് വേഗം ഒന്ന് കണ്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടിച്ചെടുത്തതാണ് കേട്ടോ. കുങ്കുമത്തിൻ്റെയൊക്കെ പല കളറുണ്ടായിരുന്നു ഇവിടെ. ഇതാ കണ്ടില്ലേ, പൊരി, അവിൽ, അങ്ങനെ നിറയെ സാധനങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ മൊത്തം എടുത്തില്ല, ഒന്ന് വെറുതെ ഒന്ന് ഓട്ടിച്ചിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ.